എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. എറണാകുളം നേര്യമംഗലത്ത് കാറിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്കേറ്റ കാർ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലി, പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ഈ മരം കാറിന് മുകളിലേക്ക് വീണത്? റോഷ്നി, ഉച്ചകഴിഞ്ഞ് 2:50 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറ ഭാഗത്താണ് ഈ മരം കടപുഴകി വീണത്. ഈ വലിയൊരു മരം ഇത് ഒടിഞ്ഞു വീഴുകയല്ല, കടപുഴകി വീഴുകയായിരുന്നു. അത് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഒരു കാറിനും അതുപോലെ തന്നെ ഒരു KSRTC ബസ്സിനും മുകളിലേക്കാണ് ഈ മരം വീണത്. പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ മഴ തുടർച്ചയായി പെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഈ വാഹനം വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാർ പാടെ തകർന്നിട്ടുണ്ട്. കാറിന്റെ മുകളിലേക്ക് മരം വീണ് പൂർണ്ണമായും കാർ തകർന്നിട്ടുണ്ട്. 4 പേരാണ് ഈ കാറിൽ അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതിൽ ബാക്കിയുള്ളവരെ, പരിക്കേറ്റ ആളുകളെ പരിസരത്തെ ഈ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 4 പേരിൽ ഒരാൾ മരിച്ചു എന്ന വിവരം ലഭിക്കുന്നു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിവരവും ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വിവരവും ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വലിയൊരു അപകടം തന്നെയാണ് ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്നത്. 2:50 കൂടി അപകടം ഉണ്ടാകുന്നു. ഈ ഉടൻ തന്നെ നാട്ടുകാർ ആദ്യം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും എത്തി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരാൾ മരിച്ചു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ഇവിടെ നിന്നും ലഭിക്കുന്നത്. റോഷ്നി, അലി, പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയുണ്ട്? റോഷ്നി, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കാറിൽ ഉണ്ടായിരുന്ന 4 പേർ, ഇതിലൊരാളാണ് മരിച്ചത്. ബാക്കി 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ബസ്സിൽ എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നു, ഇവരുടെ ആരോഗ്യനില എന്താണ്, പരിക്കുണ്ടോ എന്നത് സംബന്ധിച്ച വിവരവും ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ നാട്ടുകാർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ കാറിലുണ്ടായിരുന്ന ബാക്കി ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് അറിയുന്നത്. ഇവരുടെ പരിക്ക് സംബന്ധിച്ച വിവരവും ലഭ്യമായിട്ടില്ല. എന്തായാലും ഗുരുതരമായി ഈ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കാർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഒരു ഓൾട്ടോ കാറാണ്. ഇതിന് മുകളിലേക്കാണ് ഒരു വലിയ വൻമരം കടപുഴകി വീണ സാഹചര്യം ഉണ്ടായത്. വലിയ കാറ്റോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ശക്തമായ ഒരു മഴയോ ഒന്നും ഈ സ്ഥലത്ത് ഈ ഘട്ടത്തിൽ ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇത്രയും വലിയൊരു മരം കടപുഴകി വീഴുകയായിരുന്നു. ഇതിന്റെ അടി ചീഞ്ഞത് ഉൾപ്പെടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരം ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ്. സമീപത്തെ ആശുപത്രികളിലേക്കാണ് ഈ കാറിൽ ഉണ്ടായിരുന്ന ബാക്കി 3 പേരെയും അതുപോലെ തന്നെ ഈ ബസ്സിൽ എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന എണ്ണം ഇപ്പോൾ വ്യക്തമല്ല. ഇവരെയും മാറ്റിയിരിക്കുന്നത്. റോഷ്നി, അലി, ഈ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? പക്ഷേ ആളുകളെല്ലാം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കാറിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഈ പ്രദേശത്തുള്ളവരാണോ സ്വദേശികളാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇതിൽ ഒരാൾ ഈ അപകടത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്ന വിവരമാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ബാക്കി 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തത ഇനി വരേണ്ടത് ഈ ബസ്സിൽ, KSRTC ബസ്സിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ്. ബസ്സിനും കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. മരം വീണ് ബസ്സിന്റെ ഭാഗികമായി ബസ് തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആളുകളുടെ ആരോഗ്യനിലയിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെ ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്നും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ലഭിക്കുന്നതാണ്. ഈ മരിച്ചയാൾ ആരാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. മറ്റ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ അപകട സ്ഥലത്തു നിന്നും മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. റോഷ്നി, അലി, ഈ മഴ പെയ്യുന്നുണ്ടായിരുന്നോ? മരം കടപുഴകി വീണതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? റോഷ്നി, രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയുന്നതനുസരിച്ച് വലിയൊരു ശക്തമായ മഴയൊന്നുമില്ല. ഇന്ന് എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ ഇപ്പോഴും തുടർച്ചയായി പെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായ ഒരു നാശനഷ്ടം ഉണ്ടാകുന്ന നിലയിലേക്കുള്ള മഴയോ കാറ്റോ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് ചെറിയ തോതിൽ മഴ തുടരുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ മരം കടപുഴകി വീഴാനുണ്ടായ സാഹചര്യം എന്താണെന്നത് വ്യക്തമല്ല. ഒരു വലിയ വൻമരമാണ് കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മരം ഒടിഞ്ഞു വീഴുകയല്ല, കാറ്റോ മറ്റോ അടിച്ച് മരം ഒടിഞ്ഞു വീഴുകയല്ല, വലിയൊരു വൻമരം കടപുഴകി വീണാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ മരം വെട്ടിമുറിച്ചു മാറ്റിയാണ് കാറിലുള്ള ആളുകളെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. കാർ പൂർണ്ണമായും മരത്തിനടിയിലാകുന്ന സാഹചര്യവുമായിരുന്നു. എന്തായാലും ആളുകളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം അത്രയും ഗുരുതരമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്, അത്രയും മാരകമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരം ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. റോഷ്നി, ശരി. അലി അക്ബർ ഷായാണ് നേര്യമംഗലത്ത് അപകടം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.